ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിർവ്വയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവജനമായി നിൽക്കുവാൻ ഒരവസരം കൂടെ കർത്താവ് തന്നതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച അതേ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് അല്പം കൂടെ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24-ാം വാക്യമാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. നമ്മൾ ചിന്തിച്ചു വന്നത് പ്രാപിക്കത്തക്ക ഓട്ടം എന്താണെന്നാണ്, അല്ലെങ്കിൽ പ്രാപിപ്പാൻ തക്കവണ്ണം എങ്ങനെയാണ് ഓടുക. അതിനെക്കുറിച്ച് അല്പമായി കഴിഞ്ഞ വീഡിയോയിൽ നാം ചിന്തിച്ചു. അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞത് നിശ്ചയത്തോടെ പൗലോസിൻ്റെ അനുഭവത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ ഒരു കോച്ച് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് പോലെ പൗലോസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ പ്രാപിപ്പാനുള്ള ഓട്ടത്തിൽ ഓട്ടം എന്താണെന്ന് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ് നാം ചിന്തിച്ചത്. അപ്പോൾ നിശ്ചയം, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം, ദൈവം സംബന്ധിച്ച നിശ്ചയം, വചന നിശ്ചയം എന്നൊക്കെ നാം ചിന്തിച്ചു. രണ്ടാമത് പൗലോസ് തൻ്റെ അനുഭവത്തിൽ തന്നെ വേറൊരു കാര്യം പറഞ്ഞത് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് നാം വായിക്കുകയുണ്ടായി. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. അത് കഴിഞ്ഞ ആഴ്ച അത് വായിച്ച് നാം വിട്ടതാണ്. അതിങ്ങനെയാണല്ലോ: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്? പുറകുള്ളത് മറന്നു, മുന്നിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. അവൻ 2 കാര്യം അവിടെ പറഞ്ഞു. 1, ഞാൻ മറന്നു. 2, ഓടുന്നു. ഒരു ലാക്ക് എനിക്കുണ്ട്, ആ ലാക്കിലേക്ക് ഓടുന്നു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ വിശ്വാസി അവൻ്റെ ഓട്ടം പ്രാപിക്കത്തക്കണമാകണമെങ്കിൽ എങ്ങനെയും ഓടുന്നവർക്ക് കുഴപ്പമില്ല. പ്രാപിക്കത്തക്കണമുള്ള ഓട്ടമാകണമെങ്കിൽ പുറകിലുള്ളതെല്ലാം ഓർത്തിരുന്നാൽ സാധിക്കുക. അല്ലെങ്കിൽ വിട്ടത്, കർത്താവിനെ കണ്ടെത്തുന്നവരെ ഉണ്ടായിരുന്നതെല്ലാം, നാം പ്രധാനമായി എണ്ണിയതെല്ലാം. പൗലോസ് തന്നെ ആ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ഛേദമെന്ന്, ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നു, അതെല്ലാം വർജിക്കുന്നു, എല്ലാം ചവറെന്ന് എണ്ണുന്നു. അപ്പോൾ കർത്താവിനെ കണ്ടെത്തുന്നതിന് മുൻപ് നമുക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നാലും ആ ഉണ്ടായിരുന്നതെല്ലാം കർത്താവിൽ വന്നു കഴിഞ്ഞപ്പോൾ ചവറാണ്. അതിനെക്കുറിച്ച് അവൻ പറഞ്ഞ് പിമ്പിലുള്ളത് മറന്നു. അതിൻ്റെ അർത്ഥം അതിന് ഞാൻ ഓർക്കുന്നില്ല, അതിന് ഞാൻ ഇടം കൊടുക്കുന്നില്ല, അതിൻ്റെ ചിന്താമണ്ഡലത്തിലില്ല. എൻ്റെ ശ്രദ്ധ മുഴുവൻ മുന്നിലുള്ളതാണ്. ഈ എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പഴയ പിതാക്കന്മാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നല്ലോ. വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ, അപ്പോൾ അതിൻ്റെ അർത്ഥം വിട്ടുപോകുന്നതിനെ ഓർത്തില്ല, അവർ അതിനെ എന്നേക്കുമായി മറന്നു. ഓർത്തുപോയാൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നല്ലോ. ഈ ബന്ധത്തിൽ വേണം കർത്താവ് ഒരു സൗകര്യം ഓർത്തുകൊള്ളാൻ പറഞ്ഞല്ലോ. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുന്നു. എന്താ? അവൾ യാത്ര പുറപ്പെട്ടു. ദൂതന്മാരുടെ നിർദ്ദേശമനുസരിച്ച് പർവ്വതത്തിലേക്ക് ഓടിയതാണ്. പക്ഷേ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കണമെങ്കിൽ വിട്ടുപോകുന്ന സ്ഥലത്തിൻ്റെ ഓർമ്മ അവരുടെ ഉള്ളിൽ വന്നു. അത് മറന്നില്ല. അവൾ തിരിഞ്ഞു നോക്കി. എന്ത് പറയുന്നു? ഉപ്പുതൂണായി ഭവിച്ചു, വഴിയിൽ അവസാനിച്ചു. മാത്രമല്ല, അക്ഷരിക ഇസ്രായേൽ അവർ മിസ്രൈമിൽ നിന്ന് വന്നു, പുറപ്പെട്ടു, മിസ്രൈം വിട്ടു, ശരിയാണ്. എന്നാൽ അവരെ മരുഭൂമിവാസകാലത്ത് അവരെ പലപ്പോഴും പിറുപിറുക്കുന്നതാണ്.
കാരണം എന്താ, ഞങ്ങൾ ഇവിടെ ശക്തന്മാരുടെ ഭോജനം കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സൗജന്യമായി മന്ന കഴിച്ച് തൃപ്തിയായി നല്ല സമ്പുഷ്ടമായ ആഹാരം അവർ കഴിച്ച് മേഘസ്തംഭത്തിൻ്റെ കീഴിലിരുന്ന് അവർ അതൃപ്തിയോടെ പിറുപിറുക്കുകയാണ്. കാരണം ഈ സാരമില്ലാത്ത ആഹാരം, ഞങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ വില കൂടാതെ മത്തങ്ങ, ചിറ്റുള്ളി എന്നും പറഞ്ഞ് അവർ പറയുന്നത് കാണാം. ഞങ്ങൾ ഇറച്ചിക്കലത്തിന് മുമ്പിൽ ഇരിക്കുകയായിരുന്നു. മറ്റു വാക്കിൽ പറഞ്ഞാൽ അവർ എന്ത് വിട്ടോ അതവരുടെ ശരീരം കൊണ്ട് വിട്ടെന്നല്ലാതെ അവരുടെ ഹൃദയത്തിൽ നിന്ന് പോയില്ല. ഇതുപോലെ തന്നെയാണ് വിശ്വാസികളെന്ന് പറഞ്ഞ അനേകർക്കും. ഞാൻ ഓടുന്നു എന്ന് പറയുന്നു, എന്നാൽ വിട്ടുപോകുന്നതിനെ എല്ലാം ഓർത്തോർത്തോർത്ത് ഇരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് അനേകർക്കും ഉള്ളത്. പലർക്കും ഞാൻ വിട്ടത് അബദ്ധമായല്ലോ എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, പ്രാപിക്കണമെങ്കിൽ, പരമവിളിയുടെ ബിരുദ പ്രാപിക്കണമെങ്കിൽ, സമ്മാനം പ്രാപിക്കണമെങ്കിൽ അത് ഓടി ഓട്ടം തികയ്ക്കുന്നവർക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാപിക്കത്തക്കണം ഓടണമെങ്കിൽ പൗലോസിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, പുറകിലുള്ള വിട്ടതിനെ എന്നേക്കുമായി മറക്കുവാൻ നാം തയ്യാറാകണം. പിന്നെ അതിനെ ഓർത്തുകൊണ്ടിരിക്കുകയല്ല. മുൻപുണ്ടായിരുന്ന നേട്ടങ്ങളോ, മുൻപുണ്ടായിരുന്ന സഖ്യങ്ങളോ, മുൻപുണ്ടായിരുന്ന എന്തെല്ലാമായാലും ശരി, പിന്നെയും അതിനെ ഓർത്തുകൊണ്ടിരിക്കുകയല്ല. അതിനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് മുൻപിൽ ശ്രദ്ധ വച്ച് പറഞ്ഞ മുന്നിലുള്ളതിന് ആഞ്ഞും കൊണ്ട് അതിലെൻ്റെ ശ്രദ്ധ അതിൽ മാത്രം, എൻ്റെ ലക്ഷ്യം അത് മാത്രം. അപ്പോൾ മുമ്പുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമ വിളിയുടെ ബിരുദനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു, ലക്ഷ്യം തെറ്റാതെ. അവൻ്റെ കണ്ണിപ്പോൾ ലക്ഷ്യത്തിൽ മാത്രം. ഒരു ലക്ഷ്യമുണ്ട് അവന്. എന്തിനായി വിളിക്കപ്പെട്ടു, എന്തിനായി ഇറങ്ങി, എന്തിനായി ഓടുന്നു, വ്യക്തമായ ലക്ഷ്യമുണ്ട്. അബദ്ധം പറ്റിയതല്ല. ഇന്ന് പലരും പറയുന്നുണ്ട്, അബദ്ധം പറ്റി, ഇതൊന്നും ചെയ്യേണ്ടായിരുന്നു. അബദ്ധം പറ്റിയതല്ല. ഒരു ഓടുന്ന ശരിയായ രീതിയിൽ വ്യവസ്ഥപ്രകാരം ഓടുന്നുവെങ്കിൽ അവന് നിശ്ചയമായ പ്രതിഫലം കിട്ടും. പൗലോസിനെ പോലെ വിട്ടുപോകുന്നതിനെ ഓർക്കാതെ, പിൻപുള്ളത് മറന്ന്, മുമ്പുള്ളത് മാത്രം ശ്രദ്ധ വെച്ച് പരമ വിളിയുടെ ബിരുദനായി ലാക്കിലേക്കൂടെ. തമിഴിൽ, മലയാളത്തിലെ അർത്ഥം തെറ്റല്ല, എന്നാൽ തമിഴിലെ ആ വാക്കിൻ്റെ അർത്ഥം ആ വാക്യം എനിക്ക് വലിയ ഇഷ്ടമാണ്. അതായത് പന്തയപ്പൊരുളക്കാകെ, അർത്ഥം ഇത് തന്നെയാണ്, മലയാളത്തിലെ അർത്ഥം തന്നെയാണ്. എന്നാൽ ആ വാക്കിൻ്റെ സൗന്ദര്യം പന്തയപ്പൊരുളക്കാകെ, എൻ്റെ പന്തയത്തിൽ എനിക്ക് വെച്ച് അല്ലെങ്കിൽ ഓട്ട മത്സരത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനത്തിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. നമുക്കിത് പറയാൻ കഴിയുമോ? പിൻപുള്ളതിനെ, അല്ലെങ്കിൽ എന്താ പിൻപിലുള്ളത്? പത്രോസ് 2:20 കർത്താവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ സ്ഥിതി എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ മാലിന്യം, ലോകത്തുള്ളത് മുഴുവൻ മലിനമാക്കുന്നതാണ് ഇതാ വിട്ടോടേണ്ടത്. അതിനെ പുറകിലുള്ള എല്ലാം 1 യോഹന്നാൻ 2:14-15 ഉണ്ടല്ലോ. ലോകത്തിൽ എന്താ ഉണ്ടെന്ന്, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, അതിൽ മാത്രം ശ്രദ്ധ വെച്ച് ഓടിയാൽ അപകടമാണ്. പിന്നാലെ അല്പം കൂടെ വിശദമായി ചിന്തിക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ലോകസ്നേഹം, ലോകത്തോട് ചെങ്ങാത്തം, ലോകത്തിൻ്റെ ബാന്ധവം, ലോകത്തിൻ്റെ കൂട്ടുകെട്ട് എല്ലാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അപകടമേ വരുത്തുകയുള്ളൂ, യാതൊരു നേട്ടവും നൽകുകയില്ല. ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ മുൻപ് സൂചിപ്പിച്ച പോലെ, മിസ്രൈമിൽ നിന്ന് വിട്ടവർ ശരീരം കൊണ്ടേ വിട്ടുള്ളൂ. മരുഭൂമിയിലിരിക്കുമ്പോഴും, മേഘത്തിന് ഇരിക്കുമ്പോഴും, മന്ന തിന്നുമ്പോഴും, പാറയിൽ നിന്നുള്ള വെള്ളം കുടിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ മിസ്രൈമിലെ പഴയ കാര്യങ്ങൾ മാത്രം അവിടെ കിടന്ന് നിലവിളിച്ച് അവർ മറന്നുപോയി. ഇതുപോലെ ഇന്ന് ദൈവത്തിനും സംഭവിക്കുന്നു. പോട്ടെ, ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എല്ലാവർക്കും പരിചിതമായ
ഒരു വാക്യമാണല്ലോ. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മൾ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. മലയാളത്തിലുള്ള വളരെ സിമ്പിളായി തോന്നി. ഞാൻ ഒരു 1-2 ഇംഗ്ലീഷ് വെർഷൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം മുറുകെ പറ്റുന്ന പാപം നമ്മുടെ ഓട്ടത്തെ ബാധിക്കുന്ന എല്ലാം നാം വിട്ട് ഓടിയേ പറ്റുള്ളൂ. സാധാരണ 50 കിലോ അരിയുടെ ചാക്കും എടുത്ത് തോളയെ വെച്ചുകൊണ്ട് ഒരുത്തന്നെ ഓടത്തില്ലല്ലോ. ഒരോട്ടക്കാരന് ഓടുന്നെങ്കിൽ എത്രത്തോളം ശരീരം ലഘുവാക്കാമോ, എത്രത്തോളം ഭാരം കുറയ്ക്കാമോ, എത്രത്തോളം വസ്ത്രത്തിൻ്റെ പോലും ഭാരം കുറയ്ക്കാമോ അത്രയും കുറച്ചാണല്ലോ ഓടുക. സ്റ്റാമിനയ്ക്ക് വേണ്ടി, ഓടാനുള്ള ബലത്തിന് വേണ്ടി അവൻ എത്രത്തോളം തന്നെ അവൻ സൂക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നമ്മുടെ ഓട്ടത്തെ ബാധിക്കുന്നത്. അല്ലെങ്കിൽ തെളിച്ചു പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, എന്തെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേ പറ്റുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണനെയും വിലയിരുത്തായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി ചൊന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അവിടെ എൻ്റെ മലയാള ഭാഷാന്തരത്തിലില്ലാത്ത ഒരു വാക്ക് മറ്റു ഭാഷാന്തരങ്ങളുണ്ട്. എൻ്റെ ഓട്ടം എങ്ങനെ അവസാനിപ്പിക്കണം? സന്തോഷത്തോടെ അവസാനിപ്പിക്കണം. ദാറ്റ് ഐ മേ ഫിനിഷ് മൈ കോഴ്സ് വിത്ത് ജോയ്. എൻ്റെ ഓട്ടം എങ്ങനെയും അവസാനിപ്പിച്ചാൽ പോരാ, സന്തോഷത്തോടെ അവസാനിപ്പിക്കണം. സന്തോഷത്തോടെ അവസാനിപ്പിക്കണമെങ്കിൽ ഓടി ജയിക്കുന്നവനെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളും ബന്ധനങ്ങളും വിട്ട് നാം ഓടിയേ പറ്റുള്ളൂ. വിട്ടോടുന്നതെന്ന് പറയുമ്പോൾ മറ്റു ചില വാക്കുകൾ, അത് പക്ഷേ വേറൊരു വാക്കാണ് മറ്റ് ഭാഷാന്തരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. 3-4 കാര്യങ്ങൾ ആ ബന്ധത്തിൽ ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ ഓർപ്പിച്ചോട്ടെ. വിട്ടെന്ന് പറയും. എന്നാൽ ഇന്നത്തെ കാലത്ത് ദൈവസഭയെ ആഴത്തിൽ ഗ്രഹിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം മുറുകെ പറ്റുന്ന പാപമെന്ന് വരുമ്പോൾ അതാണോ ചിന്തിച്ചേക്കാം. എന്നാൽ അതുകൂടെ ഉണ്ടെന്ന് കണക്കാക്കുക. പൗലോസ് ചിലതിനെ വിട്ടോടാൻ പറയുന്നുണ്ട്. ലേഖനങ്ങളിലൊക്കെ കാണാം. 2 തിമോഥെയോസ് 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ യൗവന മോഹങ്ങളെ വിട്ടോടുക എന്ന് കാണാം. തിമോഥെയോസോട് പറയുന്നു, യൗവന മോഹങ്ങളെ വിട്ടോടുക. അത് പിന്തുടരേണ്ടതും പറയുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ ഈ ജഡമോഹത്തെ വിട്ട് ഓടിയേ പറ്റുള്ളൂ. യൗവന മോഹങ്ങളെയെല്ലാം ഞാൻ വിശദീകരിക്കാതെ അത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. അത് വിട്ടോടുക. നാം കാണുന്നതോ ദൈവസഭയ്ക്കകത്ത് എത്ര നികൃഷ്ടമായ രീതിയിൽ ഞാൻ ഈ കഴിഞ്ഞെനിക്ക് ഏതോ ഒരു സെക്കുലർ വീഡിയോയിൽ കണ്ടു. ഇന്ന് പള്ളികളിൽ ആരാധന സ്ഥലങ്ങൾ വേഷവിധാനം പോലും നഗ്നതാ പ്രദർശനത്തിൻ്റെ കേന്ദ്രമായി ആരാധന സ്ഥലങ്ങൾ മാറിപ്പോകുന്നുവെന്ന് ഒരു വ്യക്തി പറയുകയുണ്ടായി. ഇന്ന് ആ നിലയ്ക്ക് ഉള്ള രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹത്തിന് ഒക്കെ വേഷവിധാനങ്ങൾ കണ്ടാൽ, കോർപ്പായങ്ങൾ കണ്ടാൽ, ഹെയർ സ്റ്റൈൽ കണ്ടാൽ, വിശ്വാസി എന്ന് പറയുന്ന പറക്കാണ്ടിരിക്കുന്നതിൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടാൽ ലോകക്കാരനും പോലും ലജ്ജിച്ചു പോകുന്ന തലത്തിലായി. എന്താ ഇവിടെ പറയുന്നു? യൗവന മോഹങ്ങളെ വിട്ടോടുക. മറ്റുള്ളവരെ പോലെയാകാൻ, ലോകത്തെ പോലെ വേഷം ധരിക്കാൻ, ലോകത്തെ പോലെ നടക്കാൻ, ലോകക്കാരനെ പോലെ നടക്കാൻ, അവൻ സിനിമാക്കാരൻ എന്തെല്ലാം കോപ്രായം കാണിക്കുന്നോ ആ കോപ്രായമെല്ലാം ജീവിതത്തിൽ പകർത്തി അതുപോലെ നടക്കാൻ വേദപുസ്തകം പറയുന്നു, യൗവന മോഹങ്ങളെ വിട്ടോടുക. അത് വിട്ടോടുക, നിനക്കതുള്ളതല്ല. മാത്രമല്ല, തീമോഥെയോസിൻ്റെ 1 തീമോഥെയോസ് 6-ാം അധ്യായം 10-11 വാക്യത്തിൽ വേറൊരു കാര്യം കാണാം. ദൈവാഗ്രഹം സകല ദോഷത്തിന് മൂലം ചിലർ ഇത് കാക്ഷിച്ച് വിശ്വാസം വിട്ടൊഴുന്ന
ദുഃഖങ്ങൾക്ക് അതിൻ്റെയായല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലൻ അടുത്ത് പറയുന്നു, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായല്ലോവേ അത് വിട്ടോടി. ദൈവവേദലെ ദൈവാഗ്രഹം നിന്നെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, പണത്തോടുള്ള ആർത്തി വിശ്വാസിക്ക് കൂടുതലെങ്കിൽ, ഒരു കാര്യം തീർത്ത് പറയുന്നു, ഒരു പണം കൈ കാണത്തില്ല, എന്നാലും ആർത്തി, പണം ഉണ്ടാക്കാൻ ഏത് കുത്സിത മാർഗവും അനുവർത്തിക്കുന്ന ആർത്തി നിന്നിലുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ അത് മുറുകെ പിടിക്കുന്നതാണ്, അത് അപകടകരമാണ്. വിട്ടങ്ങ് ഓടിക്കൂ. അതും കൊണ്ട് ഓടിയാൽ രക്ഷപ്പെടുകയില്ല. ബിലയാം നമ്മുടെ മുൻപിലുണ്ട്, ദേമാസ് നമ്മുടെ മുൻപിലുണ്ട്, അന്നയാസും സഫീരയും നമ്മുടെ മുൻപിലുണ്ട്. സ്വർഗം സൗജന്യമാ, രക്ഷ സൗജന്യമാ, എല്ലാവർക്കും അങ്ങ് പോകാം എന്തെന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രാപിപ്പാൻ തക്കണം ഓടുന്നോ, ഇതിനെയും കൊണ്ട് നീ ഓടിയാൽ ലക്ഷ്യത്തിലെത്തുകയില്ല. അതേയല്ല ഇബ്രാഹിം 12:1-2 വാക്യങ്ങൾ പറഞ്ഞത്, മുറുകപ്പൻ സകല ഭാരവും മുറുകപ്പൻ്റെ പാവവും വിട്ടിട്ടോട്. അതും കൊണ്ടോടാനല്ല, ലോകത്തിൻ്റെ മാലിന്യം കൊണ്ടോടാനല്ല, ലോകത്തിൻ്റെ ചവറുകൾ കൊണ്ടോടാനല്ല. ദൈവാഗ്രഹം വിട്ടോടുക, യൗവന മോഹങ്ങളെ വിട്ടോടുക, ദൈവാഗ്രഹം വിട്ടോടുക. ഇന്നോ ദൈവാഗ്രഹികളുടെ കൂട്ടമായി ദൈവസഭ മാറി ഗതികേട് ഇക്കാലത്തുണ്ടല്ലോ. ദുഃഖകരമായ പണമുണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം പദ്ധതികൾ, എന്തെല്ലാം പരിപാടികൾ, ലജ്ജാകരമായത്. മാത്രമല്ല, മറ്റ് 2 പ്രധാന കാര്യങ്ങളൂടെ ഞാൻ സൂചിപ്പിച്ചോട്ടെ. 1 കൊരിന്ത്യർ 6-18 വാക്യത്തിൽ ദുർനടപ്പ് വിട്ടോടുവേൻ. എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത്. ഇവിടെ പറയുന്നു ദുർനടപ്പ് വിട്ടോടുവേൻ. എന്നിട്ട് പറഞ്ഞു, തുടർന്ന് എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരുദ്ധമായി പാപം ചെയ്യുന്നു. ഒരുപക്ഷെ ഇന്നത്തെ കാലത്തെ ഉപദേശികൾ ലാഘവത്തോടെ ഇത് കാണാം, നിസ്സാരമായിട്ടിത് കാണാം. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ലാഘവത്തോടെ കാണുന്നില്ല. ദുർനടപ്പ് വിട്ടോടുക. അപ്പോൾ യൗവനമോഹങ്ങളെ വിട്ടോടുക, ദ്രവ്യാഗ്രഹം വിട്ടോടുക. അവിടെ ഇതിനെല്ലാം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്ക് റണ്ണെന്നല്ല, ഫ്ലീ എന്ന. ഫ്ലീ എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടാനുള്ളതാണ്. അതാണ് എൻ്റെ ശരിക്ക് അർത്ഥം. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ അവൻ്റെ ഓട്ടം ശരിയാകണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ റേസ് ശരിയാകണമെങ്കിൽ ഇത് വിട്ടോടിയേ പറ്റുള്ളൂ. ലൈംഗിക പാപങ്ങൾ ഇന്ന് 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 നിസ്സാരമായ വിശ്വാസി ആകാം, എന്നിട്ട് മാന്യം ചുമഞ്ഞ് നടക്കുക. സോദോമിനെ ന്യായം വിധിച്ച ദൈവം ഇതിനെ നിസ്സാരമായി കാണുമോ? എങ്ങനെയും 2 ഭാഷ പറഞ്ഞാൽ, പൊതു സ്റ്റേജിൽ കുറേ ഇളകിയാൽ, ആളുകളെ കുറേ ഇളക്കിയാൽ വിശുദ്ധിയാണെന്നോ ദൈവവാസമാണെന്നോ ധരിക്കുന്നേ. തീയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും? ദുർനടപ്പ് വിട്ടോടുക. എന്നിട്ട് പിന്നീട് വളരെ ലാഘവത്തോടെ ആ പറഞ്ഞ ചെറുപ്പക്കാരൻ, ആളെ എനിക്ക് നന്നായിട്ട് അറിയാം, അത് പറയുന്നില്ല, ആയിരക്കണക്കിന് ആളുകൾ കേട്ടതാണ്, ലാഘവത്തോടെ പറയുന്നു, പാസ്റ്റർ വിശുദ്ധനായതുകൊണ്ടല്ല, ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ് തന്നെ സഭ വളർത്തുന്നേ. നോക്കണേ, പാസ്റ്ററുടെ യോഗ്യത. ഞാനൊരു കാര്യം പറയുന്നു, എപ്പോഴും പറയും, കഴിഞ്ഞിടയ്ക്ക് ഏതോ ചില വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്, നാം വെള്ളം കുടിക്കുന്ന പാത്രത്തിൽ ഒരു ആകാത്ത മണമുണ്ടായാൽ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കര വീണ് കിടന്നാൽ അത് നാം ഉപയോഗിക്കുകയില്ല. മനസ്സിലായി അങ്ങനെയെങ്കിൽ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തെ നിസ്സാരമായി കാണുകയില്ലേ നാം ചെയ്യുന്നത്? നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുതെന്ന് 10 കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്ന ഇത് ഓർക്കുക. അത് ഇന്ന് കൃപയല്ലേ, കൃപയിൽ കുഴപ്പമില്ലല്ലോ. എന്നാൽ എബ്രായത്തിൽ പറയുന്നുണ്ട്, ആ 12-ാം അധ്യായത്തിൽ തന്നെ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദുർനടപ്പ് വിട്ടോടുക,
അതിനെ ലൈറ്റായിട്ട് എടുക്കരുത്, നിസ്സാരമായി കാണരുത്. ആകാത്ത ബന്ധങ്ങൾ പാടില്ല. ദൈവത്തിന് വിശുദ്ധ ജനമാണ്. രക്ഷിക്കപ്പെട്ട വ്യക്തി ദൈവത്തിന് വിശുദ്ധനാണ്. അവനാകാത്ത പാടില്ല. 2 കൊരിന്ത്യർ 7-1 വ്യക്തമായി പറയുന്നല്ലോ, ജഡത്തിലെയും ആത്മാവിലെയും. ഞാൻ വായിക്കുക തന്നെ ചെയ്യാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. അതല്ലാതെ ഓടിപ്പോയി അവനവൻ്റെ കാര്യം കണ്ട് തൽക്കാല സുഖവും അനുഭവിച്ചേച്ച് പിന്നെയും തിരിച്ചു വന്ന് അന്യഭാഷ പറയാം, ദൈവം കരുണയുള്ളവനാ, ഒന്നും കുഴപ്പമില്ല, എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നു എങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്ന് എനിക്ക് പറയാനുള്ളൂ. തുറന്നറപ്പ് വിട്ടോടുക. മനുഷ്യന് അബദ്ധം പറ്റാം, വീഴ്ച സംഭവിക്കാം. പക്ഷേ വ്യക്തമായി വേദപുസ്തകം പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറിക്കുന്നതിന് ശോഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നോ കരുണ ലഭിക്കും. റോമാലേഖനം 6:1 പറയുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നോ ഒരു നാൾ വരുത്. ഇന്ന് പലർക്കും പാപമില്ലല്ലോ, ബലഹീനതയാണല്ലോ. അപ്പോൾ പ്രാപിക്കാൻ തക്കവണ്ണം ഓടണോ? നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരുമെന്ന് പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്, ആ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങണമോ? അതിനെല്ലാം വിട്ടോടിയേ പറ്റുള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ചോട്ടെ. കൊരിന്ത്യത്തിൽ തന്നെ 1 കൊരിന്ത്യർ 10-14 ഇങ്ങനെ കാണാം, വിഗ്രഹാരാധന വിട്ടോടുവീൻ. വിഗ്രഹാരാധന. ഇന്ന് നാം കൈകൊണ്ടുള്ള വിശ്വാസികളെന്ന് പറയുന്നവർ, ദൈവമക്കളെന്ന് പറയുന്നവർ കൈകൊണ്ടുള്ള ഒന്നിനെയും വണങ്ങുന്നില്ലായിരിക്കാം. പക്ഷേ ഇന്ന് സഭകൾ വലിയ നേതാക്കന്മാരെ ആരാധിക്കുന്ന, അവരെ ദൈവത്തേക്കാൾ അവർക്ക് പ്രധാന സ്ഥാനം കൊടുക്കുന്ന, അവൻ്റെ പാപം മറയ്ക്കുന്ന, അവൻ്റെ അശുദ്ധി മറയ്ക്കുന്ന, പാപത്തിന് കൂട്ടുനിൽക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവജനമേ, നാമും വിഗ്രഹാരാധന. കൈകൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹം മാത്രമല്ലല്ലോ, ഹൃദയത്തിനകത്തിരിക്കുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. കർത്താവല്ലാതെ, യേശുക്രിസ്തു അല്ലാതെ മറ്റെന്തെങ്കിലും പ്രധാന സ്ഥാനം നാം കൊടുക്കുന്നു എങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. അത് വിട്ടോടാൻ, അതിന് ഓടി രക്ഷപ്പെടാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനങ്ങ് ഓരോന്നും സവിസ്തരമായി പറയാം, പക്ഷേ അതൊന്നും ആഗ്രഹിക്കുന്നില്ല, അങ്ങ് ചൂണ്ടിക്കാണിച്ചൊന്ന് മാത്രം. ഇതെല്ലാം ഒന്ന്. അപ്പോൾ സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ടെന്ന് വരുമ്പോൾ ഇത് വല്ല ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ വിട്ടെങ്കിൽ മാത്രമേ ഓടാനൊക്കെ ഉള്ളൂ. ഇതൊക്കെ കൊണ്ടുപോകുന്നതിന് ഓടി നേടത്തില്ല. അവൻ്റെ അധികം അവൻ്റെ ഓട്ടം ദീർഘിക്കത്തില്ല. അവന് ബിരുദ പ്രാപിക്കാനൊക്കെ വഴി വീണു പോവും. ലോകത്തിൻ്റെ ഭാര്യയെ പോലെ വഴിയിൽ വീണു പോവും. അനേകർ അങ്ങനെ വീണ് കിടക്കുന്ന നാം കാണുന്നല്ലോ, നമുക്ക് കാണാമല്ലോ. ഇന്ന് പറ്റിയിരിക്കുന്ന വേറൊരു സങ്കടം, തലയും കുത്തി വീണാലും എനിക്കൊന്നും പറ്റിയില്ലേ, ഞാനിപ്പോഴും ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോഴും ദൈവത്തിൻ്റെ പോക്കറ്റില്ല എന്ന് ധരിക്കുന്ന ആളുകളാണ് കൂടുതൽ. വീണ് കിടന്ന് മാനസാന്തരപ്പെട്ട് പാവത്തെ ഏറ്റുപറഞ്ഞ്, വീഴ്ചകൾ ഏറ്റുപറഞ്ഞ്, യഥാസ്ഥാനപ്പെട്ട് കണ്ണുനീരൊഴുക്കി ദൈവകൃപയിൽ ആശ്രയിച്ച് വീഴ്ച സമ്മതിച്ച് ദൈവസ്ഥാനിൽ ജീവിക്കുന്നത് എത്രയോ കാമ്യം. അപ്പോൾ പ്രാപിക്കാൻ തക്കവണ്ണം ഓടണമെങ്കിൽ നിശ്ചയത്തോടെ ഓടണം, പിൻപുള്ളത് മറന്നിട്ട് ഓടണം, മുൻപുള്ള ലക്ഷ്യം നോക്കി ഓടണം. മാത്രമല്ല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നാം ഓടണം. ചുരുക്കി പറഞ്ഞാൽ ഒരു നിർണയത്തിൻ്റെ ഓട്ടം. അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങി, ഞാൻ എന്തിനു വേണ്ടി വിശ്വാസിയായി, എന്തിനു വേണ്ടി യേശുക്രിസ്തു വിശ്വസിച്ചു, അവൻ്റെ വചനത്തിൽ, അവനിൽ
ഓ, അവൻ്റെ ഇഷ്ടത്തിൽ എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർണ്ണതയിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ ഞാൻ ഭാഗ്യവാൻ. മാത്രമല്ല പുറകിലുള്ളതിനെയെല്ലാം ഓർത്ത് അതിനെ കരുതി വെച്ച് സൂക്ഷിച്ച് അതിനു വേണ്ടി അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് വിലപിച്ച് വല്ലവിധേനയും ഇനി പോട്ടെ ഓടാം എന്ന നിലയിലാണെങ്കിൽ അപകടമാണ്, ജീവിതം ലക്ഷ്യത്തിലെത്തുകയില്ല. മാത്രമല്ല സകല എബ്രാഹിം പൊതുവെ വേദപണ്ഡിതന്മാർ പറയുന്നത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചില പൗലോസ് തന്നെയാണെന്നാണ് ഭൂരിപക്ഷം പേരും പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്ന അത് തന്നെയാണ്. അപ്പോൾ അവിടെയും പൗലോസ് പറഞ്ഞു, ഓടി ജയിക്കണമെങ്കിൽ, ഓടി ബിരുദം പ്രാപിക്കണമെങ്കിൽ ഭാരങ്ങളെല്ലാം തോളയിട്ടുണ്ട് പറ്റത്തില്ല. ലോകത്തിൻ്റെ ചിന്തകൾ. കർത്താവ് വിത്തിൻ്റെ ഉപമ പറഞ്ഞപ്പോൾ 4 സ്ഥലത്ത് വിതയ്ക്കുന്നതിന് വിത്ത് പതിച്ചതിനെ കുറിച്ച് നമുക്ക് ഒരു ഉപമ പറഞ്ഞല്ലോ. മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും അത് നമുക്ക് കാണാം. അപ്പോൾ സുവിശേഷങ്ങൾ അത് പറയുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അതിങ്ങനെ പറയുന്നുണ്ട്, ഈ മുള്ളിനിടെ വീണത് വഴിയരികെ വീണത് പാറസ്ഥലത്ത്, വഴിയരികെ വീണത് പറവകൾ കൊണ്ടുപോയി, പാറസ്ഥലത്ത് വീണത് അധികം മുളച്ചു വന്നിട്ട് മണ്ണില്ലായാൽ മണ്ണിന് ആഴമില്ലാത്തണോ അതും പോയി. അത് കഴിഞ്ഞ് മുള്ളിനിടെ ഒന്ന് വീണു, അതിനും വീണു മുളച്ചു, പക്ഷേ മുള്ളു വളർന്നു. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഈ ലോകത്തിൻ്റെ ചിന്തയും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചിന്താകുലങ്ങളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും ഉള്ളിൽ കടന്ന് വചനത്തെ ഞെരുക്കിയിട്ട് അത് നിഷ്ഫലമാകുന്നു. 1% ആളുകളിലും ഇന്നതല്ലേ കാണുന്നത്. അതൊക്കെ വേറെ വിഷയം വരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തയില്ലല്ലോ. എന്നാൽ സകല ഭാരവും മുറുകപ്പറ്റുന്ന പാവം വിട്ട്, അശുദ്ധിയെ വിട്ട്, ദ്രവ്യാഗ്രഹം വിട്ട്, യൗവനമോഹങ്ങളെ എല്ലാം വിട്ട്, വിഗ്രഹങ്ങളെ വിട്ട്, കർത്താവല്ലാതെ ഒരുത്തനെ ഭയപ്പെടാതെ അവനോട് പറ്റി നിൽക്കുന്ന, പാപത്തിന് കൂട്ടുനിൽക്കാത്ത ക്രിസ്ത്യോ നാം നയിച്ചാൽ നമ്മുടെ ഓട്ടം വിജയകരമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഉറപ്പിൻ്റെ അല്ലെങ്കിൽ നിർണയത്തിൻ്റെ ഓട്ടം, ലാക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഓട്ടം, സമർപ്പണത്തിൻ്റെ ഓട്ടം, സകലത്തിൽ നിന്നും വർജന മാനിച്ചുകൊണ്ടുള്ള ഓട്ടം, ശ്രദ്ധ മതിയാതെ അങ്ങും ഇങ്ങും പതിയാതെ നേരേ പോകുന്ന ഓട്ടം. ഇതൊക്കെ പറയുമ്പോൾ ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരുന്നു. പുസ്തകത്തിലുള്ളതാണ്. ഏലിയുടെ കാലത്ത്, ശമൂലിൻ്റെ കാലത്തല്ല, ഏലിയുടെ കാലത്തിൻ്റെ അന്ത്യത്തിൽ 2 നല്ല പുരോഹിതന്മാരുണ്ടായിരുന്നല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഫിലിസ്തീനോട് യുദ്ധത്തിന് പോയി. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റു, ദൈവത്തിൻ്റെ നിയമപ്പെട്ടവൻ പിടിക്കപ്പെട്ടു, ഫിലിസ്തീനേക്ക് പോയി. അവിടെ ആ നിയമപ്പെട്ടവൻ അവർക്ക് വലിയ ഭാരമായി. അതൊക്കെ ശമൂലിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകം ആദ്യ അധ്യായങ്ങളുണ്ട്. അപ്പോൾ ഫിലിസ്തീർ തീരുമാനിച്ചു, ഇതിവിടെ ഇരുന്നാൽ പറ്റുകയില്ല, നമുക്ക് തിരിച്ചു വിട്ടേക്കാം. തിരിച്ചു വിട്ടപ്പോഴേ അപ്പോൾ അവർ തമ്മിൽ പ്രശ്നം വെച്ചു, എന്താ ചെയ്യണ്ടേ. അപ്പോൾ അവരുടെ പുരോഹിതന്മാർ പറഞ്ഞു, ചില ഉപകരണങ്ങൾ കൊടുത്ത് കറവയുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് അത് എൻ്റെ വണ്ടിയെ കെട്ടി അങ്ങ് വിട്ടേര്. അത് ഇസ്രായേൽ ദേശത്ത് തന്നെ പോകുന്നെങ്കിൽ നിങ്ങൾ ആരും എന്നെ കൊണ്ടുപോകണ്ട. പെട്ടകം വണ്ടിയെ വെച്ച് പിന്നെ 1-2 അവരുടെ എലിയുടെയും മൂലക്കൂരിൻ്റെയൊക്കെ പ്രതിമയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കൊടുത്ത് അങ്ങ് വിട്ടേര്. അതിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇസ്രായേൽ ദേശത്തെത്തും വരെ ആ പശുക്കൾ 2 കരഞ്ഞുകൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ലാക്കിലേക്ക് പോയി. ബേത്ത്ശേമെശിൽ വന്നെത്തി യോശുവയുടെ വയലിലുള്ള കല്ലിൽ വയലിൽ നിൽക്കുന്നവരെ അവയ്ക്ക് ലക്ഷ്യത്തിൽ കരഞ്ഞുകൊണ്ട്. ഇന്ന് വേറൊരു കാര്യം, അവർ ലക്ഷ്യത്തിലെത്തി, ഹോമയാഗമായി തീർന്നു. ആ ബന്ധത്തിൽ വേറൊരു കാര്യം കൊണ്ട് ഓർപ്പിക്കാം. ദാവീദ് ഒരു പെട്ടകം അതുപോലെ കൊണ്ടുപോകാൻ ദാവീദ് ഒരു വിദ്യയൊക്കെ എടുത്തു. യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുപോകാൻ
ആളുകളെ കൂട്ടി, വാദ്യോപകരണങ്ങൾ, ബഹളം, സംഗീതമൊക്കെ, ഒരു പുതിയ വണ്ടിയൊക്കെ കാശായല്ലോ, ഒരു പുതിയ വണ്ടിയൊക്കെ സംഘടിപ്പിച്ച് അതിനകത്ത് മുന്നിലും പുറകിലും ആളുകൾ ഡാൻസ്, ബഹളം, എന്തിനു പറയുന്നു ആ കോലാഹലം. നാഗവൻ്റെ കളത്തിൽ വന്നപ്പോൾ കാള വരണ്ടു ഉസാ ചേർത്തു. കാരണം അവൻ കയറി പിടിച്ചു, അവൻ്റെ ധാരണ ഈ പെട്ടാൻ വീഴുമെന്ന. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിവോ, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് അറിവോ ഇല്ലാതെ അവിടെ ദാവീദ് പിന്നെ പറഞ്ഞു, ആദിയിൽ നിങ്ങൾ വ്യവസ്ഥപ്രകാരം ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. വ്യവസ്ഥ ധരിച്ചിട്ട് എന്ത് കൂത്താട്ടം കാണിച്ചാലും, എന്ത് ബഹളം വെച്ചാലും, എത്ര ആയുധങ്ങൾ കൂടിയാലും ദൈവത്തിന് പ്രസാദമല്ല, ദൈവം അംഗീകരിക്കുകയില്ല. ദൈവം വെച്ച വ്യവസ്ഥ നാം പാലിച്ച് ആ വ്യവസ്ഥയ്ക്കൊത്തണം പോയാൽ ലക്ഷ്യത്തിലെത്തും. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എനിക്കൊരു വെല്ലുവിളിയായി നിൽക്കുന്നതാണ് ഫിലിസ്തീന്റെ പശുക്കളും ദാവീദിൻ്റെ കാളകളും. ഇന്ന് ദാവീദിൻ്റെ കാളകളെ പോലെ ഒരു നിയന്ത്രണവുമില്ലാതെ വ്യവസ്ഥ ലംഘിച്ച് കിടന്ന് കൂത്താടുക, ഫലമോ ലക്ഷ്യത്തിലെത്തുകയില്ല. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമുക്കൊരു വിരുത് വെച്ചിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് 54 വർഷമായിട്ട് ഓടുക. ഇപ്പോഴും എനിക്ക് ഭയമായി എൻ്റെ ഉള്ളിൽ. കർത്താവേ, ഒരിക്കലും എന്നെ വിരുദ്ധേറ്റാൻ അനുവദിക്കല്ലേ, എന്നെ ലക്ഷ്യത്തിലെത്തിക്കണം. ദൈവവേദനെ ഭയത്തോടെ വിറയലോടെ ഈ പ്രവാസകാലം കഴിപ്പാൻ ദൈവസ്ഥലം ശ്രദ്ധിക്കാം. നമുക്കൊരു പ്രതിഫലമുണ്ട്, പ്രാപിക്കാൻ കണക്കിന് ഓടണം. അല്ലാതെ നിത്യലജ്ജയ്ക്ക് അവകാശിയായി നാം രക്ഷിക്കപ്പെട്ടു, ശരിയാ, വീണ്ടും ജനിച്ചവന് ഒരു നാശമില്ല, സമ്മതിച്ചു. പക്ഷേ എന്തിന്? കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ച്, ലോകത്തെ വെറുത്ത്, ലോകമാലിന്യങ്ങളെ വെറുത്ത്, കർത്താവിനെ മാത്രം പിൻപറ്റി അവനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും നമ്മുടെ ഹൃദയം പതിച്ച് യുവതി യാത്ര തുറന്നെങ്കിൽ അത് നമുക്ക് വിജയകരമാകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഓടുന്നത് പ്രാപിപ്പാൻ തക്കണം. ഓടണമെങ്കിൽ നിശ്ചയത്തോടെ ലാക്കിലേക്ക് നോക്കി പുറകിലോ മറന്ന് സകല ഭാരവും മുറിപ്പറ്റുന്ന പാപവും വിട്ട് നമുക്ക് ഓടാം. ആകാത്ത ഒന്നും നമ്മെ തടുക്കരുത്. ജലത്തിലെയും ആത്മാവിലെയും സകല മാലിന്യവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധയെ തികച്ച് നമുക്ക് ഓടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. നിങ്ങളും പ്രാപിപ്പാൻ തക്കണം ഓടുവെന്ന് ഞങ്ങളുടെ ദാസൻ പറഞ്ഞത് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ, അല്പമായി ധ്യാനിപ്പാൻ അവസരം തന്നതിനായി സ്തോത്രം. കർത്താവെ, ഒരു ശക്തിയും ഞങ്ങളെ വിരുദ്ധരിക്കാതെ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി നാഥാ ഞങ്ങളുടെ ലാക്കിലേക്ക് ഓടുവാൻ സകല ഭാരവും മുറിവപ്പറ്റുന്ന പാവവും വിട്ടുകളഞ്ഞ് ഉപേക്ഷിച്ച് നാഥാ നിർമ്മലരായി ഭാരരഹിതരായി കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതിഫലം വാങ്ങുന്ന നാളിനെ ഓർത്തുകൊണ്ട് ആ ധ്യാനത്തിൽ ഞങ്ങളുടെ ഓട്ടം നയിപ്പാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.